ഇന്ന് വയലിൻ അടിസ്ഥാന പാഠം ക്ലാസ്സിൽ മധ്യസ്ഥായി വരിസകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധ്യസ്ഥായി വരിസ എങ്ങനെയാണ് താളത്തിൽ വായിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. മധ്യസ്ഥായി എന്നാൽ സാ മുതൽ നീ വരെയുള്ള, അതായത് നമ്മൾ ശ്രുതി ചേർത്തിട്ട് സരിഗമ പധനി എന്ന് പാടുന്ന സാ മുതൽ നീ വരെയുള്ള ഭാഗത്തിനാണ് മധ്യസ്ഥായി എന്ന് പറയുന്നത്. മധ്യസ്ഥായി കഴിഞ്ഞിട്ട്, അതായത് നീ കഴിഞ്ഞിട്ടുള്ള സാ മുതൽ അടുത്ത സരിഗമ പധിനി വരെയുള്ള ഭാഗത്തിന് താരസ്ഥായി എന്ന് പറയും. ആ നീ കഴിഞ്ഞിട്ട് അവിടെ നിന്നും മുകളിലേക്ക് സാ മുതൽ നീ വരെയുള്ള ഭാഗത്തിന് അതിതാരസ്ഥായി എന്ന് പറയും. നമ്മൾ സാധാരണ പാടുന്ന മധ്യസ്ഥായിക്ക് കീഴിലോട്ടുള്ള ഭാഗം, അതായത് സ നി ദ പ മ ഗ രി സ വരെയുള്ള ഭാഗം, അതായത് താഴോട്ടുള്ള ഭാഗം, അതിന് മന്ത്രസ്ഥായി എന്നും, ആ മന്ത്രസ്ഥായി ഷഡ്ജത്തിന് താഴോട്ട് നീ മുതൽ സാ വരെയുള്ള ഭാഗത്തിന് അനുമന്ത്രസ്ഥായി എന്ന് പറയും. അതായത് നമുക്ക് പഠിക്കുവാനുള്ളത് അനുമന്ത്രസ്ഥായി, മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി, അതിതാരസ്ഥായി എന്നാണ്. നല്ല ഒരു ഗായകന് 3 സ്ഥായികളിൽ പാടുവാൻ സാധിക്കും. എന്നാൽ സംഗീതോപകരണങ്ങളിൽ വീണയിൽ അനുമന്ത്രസ്ഥായി, മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി, അതിതാരസ്ഥായി വരെ വായിക്കുവാൻ കഴിയും. വയലിനിൽ മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി, അതിതാരസ്ഥായി വായിക്കുവാൻ കഴിയും. ഇങ്ങനെ സംഗീതോപകരണങ്ങളിൽ സ്ഥായികൾ 5 സ്ഥായിലും വായിക്കുവാൻ കഴിയും. മധ്യസ്ഥായി വരിസകൾ ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരടിക്ക് ഒരു സ്വരം എന്ന രീതിയിൽ നമുക്ക് ഒന്നാം കാലം വായിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സ രി ഗ മ പ ഗ മ പ പ. അടുത്തത് ഗ മ പ ധ നി ദ പ മ. ഇനി ഗ മ പ ഗ മ ഗ രി സ. ചേർത്ത് വായിക്കാം. അടുത്തത് സ നി ധ നി ദ പ ധ പ മ പ പ. വീണ്ടും രണ്ടാമത് നമ്മൾ വായിച്ച വരി ഗമപദ നീത പമ ഗമപ ഗമകരിസ. ഇനി സാ നി ധ നീ ദ പ എന്ന് നീട്ടിയ സ എന്നുള്ളത് നമുക്ക് ജണ്ടവരിസയായിട്ട് വായിക്കണം. സാ സാ നീ ധ നീ നീ ദ പ ദ ദ പ മ പ പ.
വീണ്ടും രണ്ടാമത്തെ വരി തന്നെ ആവർത്തിക്കും. ഇനി അടുത്തത് സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ. അടുത്തത് മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. അടുത്തത് സരി ഗ മ പ പ ദ ദ പ മ മ പ. ഇനി ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഇത് നിർത്താതെ ഒരു പ്രാവശ്യം വായിക്കാം. രണ്ടാം കാലം.
മൂന്നാം കാലം. നാലാം കാലം. മധ്യസ്ഥായി വരിശകൾ അഥവാ സ്വരപല്ലവി. അത് സ്വരങ്ങൾ അടുക്കിയിരിക്കുന്നതിൻ്റെ പ്രത്യേകത കൊണ്ട് കേൾക്കുവാൻ നല്ല ഇമ്പമുള്ളതാണ്. സംഗീതം പഠിക്കാത്തവർക്ക് പോലും ഈ വരിശകൾ സുപരിചിതമാണ്. ഈ വരിശകൾ ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം സ്പീഡിൽ, എത്ര സ്പീഡ് കിട്ടുന്നോ അത്രയും സ്പീഡിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് താരസ്ഥായി വരിശകൾ, അതിനുശേഷം മന്ത്രസ്ഥായി വരിശകൾ പഠിക്കുവാനുണ്ട്. പിന്നീടാണ് അലങ്കാരങ്ങളിലേക്ക് പോകുന്നത്.